ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഗിഫ്റ്റല്ല, കാർഡ് ഐഡിയ ആണ്. ക്രിസ്മസായിട്ട് ബന്ധപ്പെട്ടൊരു കാർഡ് ഐഡിയ ആണ്. ഫ്രണ്ട്സിന് കൊടുക്കാനും ഫാമിലിക്ക് കൊടുക്കാനൊക്കെ പറ്റിയൊരു കാർഡ് ഐഡിയ ആണ്. അപ്പോൾ ഇത് സിമ്പിളാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വിൻറ്റേജ് ബുക്കെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിന് ലൈക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. പിന്നെ അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുക. ഞാൻ സൈഡിൽ ജസ്റ്റ് ഒന്ന് ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ ബോക്സ് വരച്ചിട്ട് ബ്ലൂ ഹൈലൈറ്ററോ അല്ലെങ്കിൽ ബ്ലൂ എന്തെങ്കിലും കളറ്, വാട്ടർ കളർ അല്ലാണ്ട് ബ്ലൂ എന്തെങ്കിലും കളർ എടുത്തിട്ട് ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനൊരു ബോ വരച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഹോൾഡ് ചെയ്യാനൊക്കെ മറന്നുപോയി. പോസ് ചെയ്യാൻ മറന്നുപോയി. എന്നിട്ട് പിന്നെ ഓർത്തപ്പോൾ ഞാൻ പോസ് ചെയ്തിട്ട് കളറൊക്കെ അടിച്ചു. എന്നിട്ട് ഞാൻ ബോർഡർ കൊടുത്തു. ബ്ലാക്ക് ബോർഡർ ഞാൻ കൊടുത്തു. ആ ബോക്സിൻ്റെയും ആ ബോഡിയും പുറത്തു കൂടി ഞാൻ ബോർഡർ കൊടുത്തു. പിന്നെ മുകളിൽ മെറി ക്രിസ്മസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പെൻസിലും കൊണ്ട് എഴുതിയിട്ട് അതിന് മുകളിൽ കൂടെ ഈ ഒരു ബ്ലാക്ക് പെൻ കൊണ്ട് എഴുതി. ഈ ബ്ലാക്ക് പെൻ എനിക്ക് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഫ്രണ്ട് തന്നതാണ്. കഴിഞ്ഞ ആഴ്ച കൊണ്ട് എൻ്റെ ഫ്രണ്ട് തന്നതാണ്. അത് ഇങ്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവൾ യൂസ് ചെയ്തതായിരുന്നു. അവളെനിക്ക് തന്നതാണ്. സോ അതിപ്പോൾ ഉപയോഗിച്ചപ്പോൾ അതിനകത്ത് ഇങ്കില്ല. കാരണം ഞാനിരുന്ന് കുറേ വട്ടം വരച്ച് കയ്യിലൊക്കെ മൈലാഞ്ചി ഇട്ട് കളിച്ച്. അതുകൊണ്ട് ഇപ്പോൾ ഇങ്കില്ലായിരുന്നു. പക്ഷെ ഞാൻ കോറി വരച്ച് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. സോ എന്നിട്ട് ഞാൻ മറ്റൊരു ഒരു സ്റ്റിക്ക് ഉണ്ടാവില്ലേ, സാൻഡയുടെ ഒരു സ്റ്റിക്ക്, ഒരു റെഡും വൈറ്റും, ആ ഒരു സ്റ്റിക്ക് ഞാനിവിടെ സൈഡിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു. പക്ഷേ റെഡ് കളർ അടിക്കേണ്ട പകരം ഞാൻ ബ്ലാക്ക് കളർ വരയടിച്ചു വെച്ചു ഗൈസ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ അതവിടെ സെറ്റ് ചെയ്തു. പിന്നെ മെറി ക്രിസ്മസ് എന്നുള്ളത് ഞാൻ എൻ്റെ ആ അടിയിൽ വെച്ച നോട്ട്ബുക്കില്ല, അതിനകത്ത് മെറി ക്രിസ്മസ് നല്ല ഡെക്കറേഷനിൽ എഴുതിയിട്ടാണ് ഇവിടേക്ക് എഴുതിയത്. പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ മറ്റേ സോക്സ് ഇല്ലേ, നോർമൽ സോക്സ്, മറ്റേ അമേരിക്കയില്ല, ഏതെങ്കിലും രാജ്യത്ത്, ഇംഗ്ലീഷ് രാജ്യത്ത്, UK ആണെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കുകയാണെങ്കിൽ അവർ ഒരു സോക്സ് തൂക്കിയിടും. അപ്പോൾ ആ സോക്സ് ഞാൻ വരച്ചു. അതിന് മുകളിൽ ഞാൻ ഒരു റെഡ് കളർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഇത് വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ റെഡ് കളറും കൊടുത്തു. വാട്ടർ കളറാട്ടോ ഞാൻ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കെച്ച് യൂസ് ചെയ്യാം. സ്കെച്ച് ഉണ്ട്, പക്ഷെ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് വാട്ടർ കളർ ഉപയോഗിച്ചത്. കുഴപ്പമില്ല, വാട്ടർ കളർ യൂസ് ചെയ്യുന്നത് ബെറ്ററാണ്. എനിവേ അതുപോലെ ഞാൻ മറ്റേ ക്യാൻഡി സ്റ്റിക്കല്ലേ, ആ സാധനത്തിന് കളറടിച്ച് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് കുത്തൂത്തൊക്കെ ഇട്ട് കൊടുത്തു. അതിൻ്റെ സൈഡിൽ കൂടെ കണ്ടില്ലേ, കുത്തും വരയൊക്കെ ആയിരുന്നു. പിന്നെ മറ്റേ സ്റ്റാർസ് മാതിരിയുള്ള സാധനം ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ബ്യൂട്ടിഫുള്ളായിരുന്നു. ഞാൻ എൻ്റെ അമ്മയ്ക്കാണ് കൊടുത്തത് ഗൈസ്. അപ്പോൾ കൊടുത്തിട്ട് ഞാൻ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്നും ഞാൻ നോക്കണം.